മാർക്കോ സിനിമ ഫസ്റ്റ് ഷോ തന്നെ ഞാൻ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഇവിടെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതേപോലെ ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ അതിൻ്റെ തമ്പനയിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ഞാൻ റിവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ചാനലിൽ കമൻറ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, KGF അത്രയ്ക്ക് വയലൻസ് ഇതിലുണ്ടോ എന്ന്. KGF സത്യം പറഞ്ഞാൽ വയലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കത് കാണുമ്പോൾ ഒരു വയലൻസ് ആയിട്ട് തോന്നിയിരുന്നു. പക്ഷെ അതിൽ വയലൻസ് രംഗങ്ങളൊന്നും അങ്ങനെ നമുക്ക് കാഴ്ചയിൽ അത് കാണിക്കുന്നില്ല. അത് മറച്ചു വെച്ചുകൊണ്ടുള്ള രീതിയിലുള്ള വയലൻസാണ് അതിൽ അവസാനമൊക്കെ ഉള്ളൂ അതിൽ. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ അല്ല. ഇതിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണത്തക്ക വിധം തന്നെയാണ് വയലൻസ് ഉള്ളത്. അപ്പോൾ ഈ സിനിമയിലെ വയലൻസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ പറയാനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വയലൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഈ സിനിമയിൽ ഒരു 8.5 മിനിറ്റോളം സെൻസർ ബോർഡ് കട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അവർ കട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കട്ട് ചെയ്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സീനിൽ ഒരു തലയും പിടിച്ചുകൊണ്ട് ഉണ്ണി മുകുന്ദൻ വരുന്നുണ്ട്. ആ ഭാഗം തന്നെയാണ് അവർ കട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് പിന്നെ ഇവരൊക്കെ വളരെ ഭയാനകമായ രീതിയിൽ മറ്റുള്ളവർ നോക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അത് മാത്രമാണോ ഇതിൽ വയലൻസ് ആയിട്ടുള്ളത്? അതിനേക്കാളും വലിയ വയലൻസുകൾ ഇതിലുണ്ട്. എന്ന് പറഞ്ഞാൽ സീൻ ബൈ സീൻ വയലൻസ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഒരു എത്തും പിടിയില്ല. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയുകയാണ്. പൊതുവേ നമുക്കറിയാം, സ്ത്രീകൾക്ക് ഏറ്റവും അവരുടെ ജീവിതത്തിൽ തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ളൊരു വേദനയും ഒരു സന്തോഷവും എന്താണെന്ന് വെച്ചാൽ അവർ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ആ പ്രസവ വേദന തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ നമുക്കറിയില്ല ആണുങ്ങൾക്ക്, പക്ഷെ അത് നമുക്ക് ഉണരാൻ കഴിയും അവർ വേദനിക്കുന്നുണ്ടെന്നത്. അപ്പോൾ അത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക്. അപ്പോൾ ഈ സിനിമയിൽ ഒരു സ്ത്രീ പ്രസവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ത്രീയോട് ചെയ്യുന്ന വളരെ ക്രൂരമായ വിഷയങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഇത് എല്ലാ സ്ത്രീകൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സ്ത്രീകൾക്ക് മാത്രമല്ല, നമുക്കും തന്നെ അങ്ങനെ ഒരു സീന് ഇതിൽ വേണമായിരുന്നോ എന്ന് തോന്നിപ്പോയി. മറ്റുള്ള വയലൻസൊക്കെ അതും വേണമായിരുന്നു, വേണ്ടതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു വിഷയമെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നിപ്പോയി. കാരണം ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെ സ്ത്രീജനം അയ്യോ അതിന് വേണ്ട, ഞങ്ങൾ വരുന്നില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ പോലെ തന്നെ ഒരുപാട് വീടുകളിൽ സ്ത്രീകൾ ഇതിന് വരാൻ താല്പര്യം ഉണ്ടാവില്ല. അതേസമയം കുറേ സ്ത്രീകൾക്ക് ഇത് കാണണമെന്ന് തോന്നുന്നവരും ഉണ്ട്. കാരണം അത് നമുക്കറിയാം, ഈ സിനിമ കഴിഞ്ഞു വരുന്ന സ്ത്രീകൾ പലരും ഇതിൽ വല്ലാത്ത വയലൻസ്, ചിലരൊക്കെ പറയും ഞങ്ങൾക്ക് വയലൻസ് ഭയങ്കര ഇഷ്ടമാണെന്ന് സ്ത്രീകൾ തന്നെ, പെൺകുട്ടികളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും. പക്ഷേ ഭൂരിഭാഗം പേർക്കും ഇഷ്ടമല്ലെങ്കിലും അതെന്താണെന്ന് കാണാനുള്ള ഒരു ജിജ്ഞാസ കാണിക്കുന്നവരാണ് സ്ത്രീകളെന്ന് നമുക്കറിയാം. കുറേ പേര്, എല്ലാവരും അല്ല കേട്ടോ, ചിലവർക്ക് ആ ഒരു സംഭവമേ ഇഷ്ടമല്ല. അപ്പോൾ കണ്ടതിന് ശേഷം അവർ കുറ്റം പറയും. ഇതെന്താണ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെ എങ്ങനെയെന്ന് കണ്ടതിന് ശേഷം കുറ്റം പറയും. അത് പൊതുവേ ഉള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും കുറേ പേര് ഇതിന് എതിരായിട്ട് തന്നെ പറയാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം. കാരണം എൻ്റെ വീട്ടിൽ പറയുന്ന പോലെ തന്നെ മറ്റുള്ള പല വീടുകളിൽ ഇതുപോലെ തന്നെ പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പോയി കണ്ടിട്ട് എന്താണോ പറയുന്നത് അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇത്തരം രംഗങ്ങൾ തീരെ ഇഷ്ടമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സിനിമയ്ക്ക് പോവുക, ഇഷ്ടമില്ലെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും ക്രൂരമായ ഒരു കാര്യം ഈ സിനിമയിലുണ്ട്. അതൊരു വിശുദ്ധമായ വിഷയമാണ് പ്രസവിക്കുക എന്നുള്ളത്. ആ പ്രസവത്തിൽ പോലും ആ വയലൻസ് വെക്കണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയധികം വയലൻസ് ഈ സിനിമയിൽ ഉണ്ടെങ്കിലും ഈ സിനിമ ടോപ്പ് ലെവലിലേക്ക് അടിച്ച് കയറും എന്ന് തന്നെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത്, ഫീൽ ചെയ്തത്. കാരണം ഇതിൽ ഉണ്ണി മുകുന്ദൻ എന്നൊരു ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അയാൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും അറിയാം.